ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ സയ്യിദുമാർ, പണ്ഡിതന്മാർ, സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ അലിഫ് എന്ന സ്ഥാപനം ആറ്റലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ വിവിധ പരിപാടികൾ നടത്തി വരുന്നു. ഇതോടനുബന്ധിച്ച് എല്ലാ ദിവസവും കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ നടന്നു വരുന്നു. നമ്മോട് ഇന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തരുന്നത് VKH ഇബ്രാഹിം സാഹിബ് അവറുകളാണ്. അതുപോലെ നമ്മുടെ ഇന്ന് റബീഉൽ അവ്വൽ 16-ാം ദിവസം നമുക്ക് പ്രഭാഷണം ചെയ്തു തരുന്നത് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ മർക്കസു സഖാഫത്തി സുന്നിയയുടെ മാനേജറും കൂടിയായ സി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളാണ്. ഇരുവർക്കും ഹൃദ്യമായ സന്തോഷങ്ങൾ നേരുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ രീതിയിലും നമ്മോട് സഹകരിക്കുന്ന നമ്മുടെ നാട്ടുകാർ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുന്നു. ഇനിയും നമ്മുടെ സ്ഥാപനത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ ഇവിടെ ഈ പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശമാണ്. എൻ്റെ തറവാട് വീട് ഇവിടെയാണ്. ഞാൻ അന്നൊക്കെ വിചാരിച്ചു വലിയ ഒരു വനം വൃക്ഷം പോലുള്ള വലിയൊരു കാട്ട് മൃഗങ്ങളൊക്കെ ഉള്ള പഴയ കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് അങ്ങനെ കാണാറുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഒരു ടൗൺ പ്രദേശം പോലെയാണ് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും നല്ല ഈ അലിഫ് ഇവിടെ വന്നതിന് ശേഷമാണ് വളരെയേറെ പുരോഗമനപരമായ പല മാറ്റങ്ങളും ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആദ്യമായിട്ട് അത് സത്യത്തിൽ ഞാൻ അന്ന് സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഈ ഭാഗം ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു പ്രദേശം എന്ന നിലയിലാണ് അന്ന് നമ്മളിവിടെ ബാപ്പുജി സ്കൂളിന് വേണ്ടി ഏതാണ്ട് സെന്റിന് 4500 രൂപ വിലയിൽ നമ്മളന്ന് ഇവിടെ എടുത്തത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് അതിനുശേഷം വളരെയേറെ റോഡുകൾ, ടാറിങ്, അതുപോലെ എല്ലാ മാറ്റങ്ങളും വന്നു. ഞാൻ സത്യത്തിൽ അന്ന് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ പുരോഗമിക്കും എന്ന രീതിയിൽ ഞാൻ കാണാത്തത് കൊണ്ടാണ് ഞാൻ കുനുത്തല എന്ന പ്രദേശത്ത് ഒരു വീടെടുക്കുകയും സ്ഥലം വാങ്ങിച്ച് അവിടെ വീടെടുത്തത്. ഇപ്പോഴാണ് ഇത്രയും വളരെ മാറ്റം വന്ന് ഇവിടുന്ന് പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പിന്നെ നമുക്കറിയാം, ഞാൻ കൂടുതലൊന്നും ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രവാചക മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1494-ാം ജന്മദിനമാണ് നമ്മളിവിടെ. അതായത് റബീഉൽ അവ്വൽ 1 മുതൽ ഏതാണ്ട് 30 ദിവസം പല വിജ്ഞാന സദസ്സുകളും ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരായ പല ഉസ്താദന്മാരും വിജ്ഞാന ലോകത്ത് വളരെ പ്രസിദ്ധി ആർജിച്ച ഉസ്താദന്മാരാണ് ഇവിടെ വിവിധ ദിവസങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
അത് നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത്. അത് എല്ലാ യൂട്യൂബിലും അതുപോലെ തന്നെ പല ആളുകളും കണ്ട് വളരെയേറെ സന്തോഷം അറിയിക്കുന്നുണ്ട്. ഈ കമ്മിറ്റിയെ എന്നോട് പറഞ്ഞു, കമ്മിറ്റിയിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് പലരും പറയുകയുണ്ടായി. നല്ല ഒരു പരിപാടിയായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 30 ദിവസം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇതുണ്ടാവും എന്ന് ഭാരവാഹികൾ അറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഈ പള്ളി ഹിഫ്സുൽ ഖുർആൻ കോളേജ് എന്ന ഈ സ്ഥാപനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പേരാവൂരിലും അതുപോലെ തന്നെ മുരിങ്ങോടി മാലിലൊക്കെ അവിടെയുള്ള ഖത്തീബന്മാർ നാട്ടിൽ പോകുമ്പോൾ ഇവിടെ ഒരു ഉസ്താദ് എന്ന നിലയിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ പ്രിയങ്കരനായ അബ്ബാസ് മുസ്ലിയാർക്ക്, ഞാൻ അമ്പാച്ചിക്ക എന്ന് വിളിക്കുന്ന അബ്ബാസ് മുസ്ലിയാർക്കയായിരുന്നു അന്ന് ഈ പ്രദേശത്ത് അവർ നാട്ടിലേക്ക് പോകുമ്പോൾ ആ പള്ളിയിൽ ഖത്തീബായിട്ട് നിൽക്കാറ്. അത്രത്തോളം നമ്മുടെ നാട്ടിൽ അത്രയും മതപരമായിട്ട് വലിയ തോതിൽ പഠിച്ച അതുപോലെ അധ്യാപകന്മാരില്ലായിരുന്നു, ഖത്തീബന്മാരില്ലായിരുന്നു. മലപ്പുറത്തുനിന്നും അതുപോലെ വയനാട് ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഇന്നിവിടെ ആ കാലഘട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ഹിഫ്സുൽ ഖുർആൻ കോളേജ്, അത് നമുക്കറിയാം, 1 മുതൽ കുട്ടികളെ പഠിപ്പിച്ച് ഏതാണ്ട് 10-16ഓളം കുട്ടികളെ ഇവിടെ ഇൽമ പഠിപ്പിച്ച് വളരെ ഹിഫ്സുൽ ഖുർആൻ കോളേജ് ഹിഫ്സ് പഠിപ്പിച്ച് അവരെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ സ്ഥാപനത്തിന് കഴിയും. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ നമുക്ക് സംഭാവനകളും മറ്റും എത്തിച്ചു തരുന്നവരുണ്ട്. അവർ കൂടാതെ അതുപോലെ തന്നെ ഈ പ്രദേശത്തുകാർക്ക്, പ്രദേശത്തുള്ള യുവാക്കളുടെ അഹോരാർത്ഥമായ പാടുപെടലും അവരുടെ മറ്റ് ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല നിലയിൽ ഈ പ്രസ്ഥാനം, ഈ അലിഫ് എന്ന ഹിഫ്സുൽ ഖുർആൻ കോളേജ് ഇത്ര വളരെ പുരോഗമനത്തിലേക്കും വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, നമ്മുടെ ജാതിമത ചിന്തകൾക്ക് അതീതമായി അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് വന്ദിക്കുന്നില്ലെങ്കിൽ നിന്ദിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും വളരെ നമുക്ക് പല കാര്യങ്ങളും ഒരാൾ ജനിച്ചപ്പോൾ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രസ്തുത കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചക തിരുമേനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അലക്സാണ്ടർ ജേക്കബ്, നമുക്കറിയാം IPS അലക്സാണ്ടർ ജേക്കബ് ഈ കഴിഞ്ഞ ഒരു യൂട്യൂബിൽ ഞാൻ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞത്, ഒരു 5 വക്തിലെ നിസ്കാരം നിസ്കരിക്കുന്നവന് ഒരു കാലത്തും ക്യാൻസർ എന്ന രോഗം വളരെ ദുർലഭമാണ്. അത് ശ്രീത്രയിൽ നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡോക്ടർ പറഞ്ഞു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ പിടിപെടുവാൻ വളരെ ദുർലഭമാണ്. അത് അധികവും ഒന്നാമത് പ്രത്യേകിച്ച് സുബഹി നിസ്കാരം അതുപോലെ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അതുണ്ടാവാൻ സാധ്യതയില്ല. നമുക്കറിയാം, നമ്മുടെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടാണ് നമ്മുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അയൽവാസിയെ സ്നേഹിക്കുക, അതുപോലെ തന്നെ ഹൈന്ദവ സ്രോതം തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സമസ്ത മേഖലകളിലുള്ളവർക്കും സുഖവും സമാധാനവും വന്ന് ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ 5 വക്തിലെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എൻ്റെ വലതുഭാഗത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഇതും ഉണ്ടാവട്ടെ എന്നാണ് പറയുക. അതുപോലെ ഇടതുഭാഗത്ത് തിരിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇടതുഭാഗത്തുള്ള സകല ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സുഖവും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ മതം. അതുപോലെ തന്നെ ക്രിസ്തവ സമൂഹം പറയുന്നത് തന്നെ പോലെ തൻ്റെ അയൽവാസികളെയും സ്നേഹിക്കുക എന്നാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു ചെറിയ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും കാണാറുള്ളത്, രാഷ്ട്രീയത്തിൽ നിന്നും വർഗീയത വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഒരു മുസ്ലിം മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ മുസ്ലിമിനെ തന്നെ മത്സരിപ്പിക്കുന്നു. അതുപോലെ ഒരു ക്രിസ്ത്യാനിയെ മത്സരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം ക്രിസ്ത്യാനിയാണ്, കോൺഗ്രസ് ക്രിസ്ത്യാനിയെ വിടുന്നു. അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിൽ CPM ഒരു ഹിന്ദുവിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങോട്ടും തിരിച്ച് കോൺഗ്രസും. ആ രീതിയിലാണ് ഇന്ന് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ആ രീതി മാറണം. നമുക്കറിയാം, നമ്മൾ ആ രീതിയിൽ മാറിയാൽ മാത്രമേ ഇന്ന് ലോകത്തിനും അതുപോലെ നമ്മുടെ ഈ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിടുവാന്ന്. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. കാരുണ്യത്തിൻ്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതരായ പരിശുദ്ധ റബീഉൽ അവ്വൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും എല്ലാ ജനങ്ങൾക്കും സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനും ഉള്ള സമയങ്ങളാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക എന്നത്, പിന്തുടരുക എന്നത് ബുദ്ധിയുള്ള എല്ലാ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ്. ആരാണോ സത്യവും ന്യായവും പറയുന്നത് അവരോട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹ ബഹുമാനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മതമോ ജാതിയോ നോക്കിയിട്ടല്ല, സത്യവും ന്യായവും എവിടെ നിന്ന് വരുന്നു അതാണ് ജനങ്ങൾ നോക്കുക. ആ അർത്ഥത്തിലുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും ഏറെ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. യൂറോപ്യൻ നാടുകളിൽ, അതുപോലെ കിഴക്കൻ നാടുകളിൽ, അമേരിക്കയിൽ, അങ്ങനെ എല്ലാ നാടുകളിലും ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, നിരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്, പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഠിക്കാനുള്ള പ്രത്യേക ചെയറുകളും സംവിധാനങ്ങളും നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ട്. അവിടെ നടന്ന പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള പഠനം. ആ അർത്ഥത്തിൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ചിന്തകളും പഠനങ്ങളും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രം ഉത്തരവാദിത്തവുമല്ല. ലോകത്ത് ഏതെല്ലാം വ്യക്തികൾ വന്നോ അവരെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. പക്ഷേ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ത്വരയും അതിനാവശ്യമായ കഴിവുകളും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഗവേഷണത്തിന് കഴിവുള്ള, ഉപരിപഠനങ്ങൾ പൂർത്തിയാക്കിയ, ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളും ചിന്തകന്മാരും പഠിക്കുന്നു. അവരുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആ റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾ ബന്ധപ്പെട്ട വ്യക്തികളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിലുള്ള ഒരു പഠനവും സമ്മതവുമാണ് ഈ ലോകത്ത് ഏതെല്ലാം വ്യക്തികൾക്ക് അംഗീകാരം കിട്ടിയോ അതിൻ്റെ പിന്നിൽ നാം കാണുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള പഠനം അത് എല്ലാ അർത്ഥത്തിലും അതിനിവിടെ സൗകര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി റഫറൻസുകൾ ധാരാളം ലഭിക്കുന്നത് കൊണ്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വഴിയിൽ പഠനം നിർത്തേണ്ടി വരുന്നില്ല. ധാരാളം പുസ്തകങ്ങളും അതുപോലെ റഫറൻസ് ഗ്രന്ഥങ്ങളും പരമ്പരകൾ മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ ഉള്ള അറിവുകളുടെ തീരങ്ങളും ഇവിടെ ലഭിക്കാനുള്ളത് കൊണ്ട് പഠിതാക്കൾക്ക് യാതൊരു മനപ്രയാസവുമില്ലാതെ, തടസ്സങ്ങൾ സംഭവിക്കാതെ വായനയും പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നബിയെ പറ്റിയുള്ള പഠനങ്ങളും. അൽഹംദുലില്ലാ, അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്കിവിടെ ചർച്ച ചെയ്യാം. കാരുണ്യത്തിൻ്റെ പഠനങ്ങൾ. കാരുണ്യം അത് എവിടെയെല്ലാം ഉണ്ടോ അവിടെ ജനങ്ങൾ
എല്ലാ അർത്ഥത്തിലും സമ്മതിച്ചു കൊടുക്കും. കാരുണ്യപരമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റുകളോടും കാരുണ്യപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളോടും കാരുണ്യവും ദയയും ഉയർന്നു നിൽക്കുന്ന ആശയങ്ങളോടും ദർശനങ്ങളോടും ഏത് കാലത്തും മനുഷ്യൻ അനുഭാവം പുലർത്തിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് കൊണ്ടുവന്ന ഒരു പ്രധാനമായ ആശയമാണ് കാരുണ്യം എന്നത്. ആ കൺസെപ്റ്റ് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇഷ്ടമുള്ളതാണ്. അത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഉദാഹരണം നോക്കിയാൽ നമുക്ക് കാണാം, ഏറ്റവും വലിയ ശിക്ഷ നേരിടുന്ന ഒരു വ്യക്തി, ആ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി അയാൾ ആഗ്രഹിക്കുന്നു, അപേക്ഷ നൽകുന്നു, പല കേന്ദ്രങ്ങളിലേക്ക് പലപ്പോഴായി നടക്കുന്നു. ആ വ്യക്തിക്ക് അവസാനം രക്ഷ ലഭിക്കുന്നു. അയാൾ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ള ആ കേസിൽ അദ്ദേഹത്തിന് രക്ഷ ലഭിക്കുകയാണ്. ആ രക്ഷ ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന ആനന്ദം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളിലുണ്ടാകുന്ന അങ്ങേയറ്റത്തെ ആഹ്ലാദം, അത് നമുക്ക് വരികളിൽ എഴുതി തീർക്കാനോ വാചകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് കാരുണ്യത്തിൻ്റെ ആ വലിയ ദർശനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകത്ത് ധാരാളം ചിന്തകന്മാർ, വിവിധ മതസമുദായങ്ങളിലുള്ള ആളുകൾ ആ നേതാവിനെ അംഗീകരിച്ചു, ബഹുമാനിച്ചു, റെസ്പെക്റ്റ് ചെയ്തു. ആ ആദർശത്തെ ലോകത്ത് പലയിടങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ എല്ലാവരും ആവേശത്തോടുകൂടി മുന്നോട്ട് വന്നു. അതാണ് കാരുണ്യത്തിൻ്റെ ഒരു ശബ്ദം. അലിഫ് പേരാവൂർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് ആ ഭാഗം സംസാരിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമ വ്യക്തിത്വം, അത് ഇന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് ഈ റബീഉൽ അവ്വലിൽ പ്രതിപാദിക്കുന്ന വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമ വ്യക്തിത്വം എന്നതാണ്. അത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ അലിഫ് മീലാദ് കോൺഫറൻസ് എഡിഷൻ 2 പേരാവൂരിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന സമയത്തും നമ്മുടെ ചർച്ച അതാണ്. ഈ അനുപമ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഉപമ ഇല്ലാത്ത, തുല്യതയില്ലാത്ത, മറ്റൊരാൾക്കും ഇതുവരെ കയറിച്ചെന്ന് ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിൽക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ വ്യക്തിത്വം നാം കാണുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ളത് പ്രധാനമായ ആശയം കാരുണ്യമാണ്. കാരുണ്യപരമായ ഒരു നിലപാട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സ്വീകരിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് വലിയ പിന്തുണയാണ് സമൂഹത്തിൽ ലഭിക്കുക. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാം. ഓരോ ദിവസവും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരത്തിൽ പ്രധാനമായി പ്രാർത്ഥിക്കുന്ന ഒരു വരിയുണ്ട്. നിസ്കാരമെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഓരോ ദിവസവും 5 തവണ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിന് വേണ്ടി അനൗൺസ് ചെയ്യാൻ ഓരോ ഗ്രാമത്തിലും പള്ളികൾ, ആ പള്ളികളിൽ നിന്ന് കൃത്യ ടൈമിന് നിസ്കാരത്തിനുള്ള ക്ഷണം പോകുന്നു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഏതാനും വ്യക്തികൾ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള ആളുകൾ തങ്ങളുടെ വീടുകളിലും ജോലിസ്ഥലത്തും പ്രാർത്ഥിച്ചാൽ മതി എന്ന്
മതം നിഷ്കർഷിച്ചതുകൊണ്ട് വളരെ സൗകര്യമായി. സ്ത്രീകൾക്ക് വീടുകളിൽ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയുള്ള ആ വിളി നടക്കുന്ന, കൃത്യമായി സമയം അറിയിച്ചുകൊണ്ട് നടക്കുന്ന നിസ്കാരം എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിലെ പ്രധാനമായ ഒരു സന്ദേശം എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് ആ വാക്ക്. അറബിയിലുള്ള പദമാണ്. ഈ പ്രഭാഷണം ഒരുപക്ഷെ മറ്റു മതക്കാരായ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കേൾക്കട്ടെ എന്ന അർത്ഥത്തിനായിരിക്കണം നമ്മുടെ പരിപാടികളും പ്രസംഗങ്ങളും. നമുക്ക് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഒന്നുമില്ല. ക്രൂരതയുടെ, തീവ്രതയുടെ, വർഗീയതയുടെ ഒരു ചെറിയ ലാഞ്ചൽ പോലും ഇല്ലാത്ത മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതം മാത്രമല്ല, മറ്റു ധാരാളം മതങ്ങൾ ഇസ്ലാമിനോടൊപ്പം ആ വിഷയത്തിൽ ഉണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷേ സമഗ്രത ഉള്ളത് ഇസ്ലാമിനാണ്. ഇസ്ലാം പറഞ്ഞതുപോലെ വിശാലമായ അർത്ഥങ്ങളിൽ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മറ്റൊരു ദർശനം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മഹത്വം നാം ഇവിടെ പറയുന്നത് സ്വാർത്ഥതയല്ല. എവിടെയെല്ലാം നന്മയുണ്ടോ ആ നന്മയെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ എല്ലാ തലങ്ങളിലുമുള്ള നന്മകൾ ചേർന്ന് നിൽക്കുന്നത് ഇസ്ലാമിന് മാത്രം ആയതുകൊണ്ട് ആ ഇസ്ലാമിനെ കൂടുതൽ നാം ഇഷ്ടപ്പെടുന്നു. ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വരി വീണ്ടും വീണ്ടും നീണ്ടു പോവുകയാണ്. ധാരാളം ആളുകൾ ആ ക്യൂവിൽ നിൽക്കുകയാണ്. അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വാക്ക് തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരുണ്യം. നബിയുടെ വ്യക്തിത്വത്തിന് തന്നെ മാറ്റുകൂട്ടിയ ഘടകം കാരുണ്യപരമായ നിലപാടുകളാണ്. ഏതെല്ലാം പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തു പോയാലും ആ പാപങ്ങൾ ചെയ്തു പോയ മനുഷ്യന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഈ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങൾ ചെയ്തു പോയവരാണ്. മദ്യപിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, തമ്മാടിത്തം ചെയ്തവരുണ്ട്, കൊലപാതകം നടത്തിയവരുണ്ട്, മുച്ചീട്ടുകളി ശീലിച്ചു പോയ ആളുകളുണ്ട്, ഭാര്യയെ തല്ലുന്നവരുണ്ട്, ഭാര്യയെ വിവാഹമോചനം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ പതിവായി കുറ്റപ്പെടുത്തുന്നവരുണ്ട്, അയൽവാസികളുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ട്, സ്വന്തം ജ്യേഷ്ഠനെയും അനുജനെയും വെറുക്കുകയും അവരോട് മൽപ്പിടുത്തം നടത്തുകയും ചെയ്തവരുണ്ട്. പാപങ്ങൾ ചെയ്തവരുടെ പട്ടിക വളരെ നീണ്ടതാണ്. ആ പാപം ചെയ്ത ആളുകളുടെ എല്ലാം മനസ്സിൽ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു വിചാരമാണ്, ഒരു വികാരമാണ്, എനിക്ക് നന്നാകണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് വിജയിക്കണം. ഈ ഒരു ചിന്തയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ തോന്നാറുണ്ട്. അത് തോന്നുന്ന സമയം ഏതാണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ രാവിലെയാണ്, ചിലപ്പോൾ 10 മണിയാണ്, ചിലപ്പോൾ ഉച്ചയാണ്, ചിലപ്പോൾ വൈകുന്നേരമാണ്, ചിലപ്പോൾ രാത്രിയാണ്, ചിലപ്പോൾ ഒരു മാസം തീരെയില്ല, പിറ്റത്തെ മാസമാണ്, ചിലപ്പോൾ ഒരു വർഷമില്ല, അടുത്ത വർഷമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നന്നാകണമെന്ന ചിന്ത കടന്നു വരാത്ത ഒരു മനുഷ്യനെയും ഭൂമിയിൽ കാണുകയില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആ മനുഷ്യനെയാണ് പള്ളിയിൽ വെച്ച് വിളിക്കുന്നത്, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. പ്രാർത്ഥനയാണ് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി. വിജയിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ വരിക. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനയിലേക്ക് കയറിയാൽ അവിടെ നിന്ന് വരുന്ന അനുപമ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തികളോട് പറയുന്നത്, സമൂഹത്തിലെ എല്ലാ മെമ്പർമാരോടും പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യം ചെയ്യുന്ന, പശ്ചാത്താപം സ്വീകരിക്കുന്ന, പാപങ്ങൾ ചെയ്തവൻ കർത്താവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്ന, മാപ്പ് നൽകുന്ന, അവനെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന, അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്ന
കാരുണ്യത്തിൻ്റെ വലിയ പ്രതീകമായ അള്ളാഹു, ആ അള്ളാഹുവിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു പ്രവാചകൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്, സ്വീകരിക്കുകയാണ്. കാട്ടറബികൾ ക്രൂരതയിൽ വളരെ മുന്നിലായിരുന്നു. എന്നും കലഹങ്ങളും കലാപങ്ങളുമായിരുന്നു 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ഉണ്ടായിരുന്നത്. 6-ാം നൂറ്റാണ്ടിൻ്റെ 1-ാം പകുതിയിൽ എന്താണ് അവിടെ ഉണ്ടായിരുന്നത്, 5-ാം നൂറ്റാണ്ടിലെ സ്ഥിതി എന്തായിരുന്നു അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകന്മാർ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ആ കാലത്ത്. മാ ഉന്ദിറ ആബാഉഹും വഹും ഗാഫിലൂൻ. സൂറത്ത് യാസീനിൽ പറയുന്നു, അവർക്കോ അവരുടെ പിതാക്കൾക്കോ പ്രവാചകന്മാരിൽ നിന്ന് യാതൊരു ദർശനവും വന്നു കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് പാപമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും. മദ്യപിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന വൃത്തികേടുകൾ വളരെ വലുതായിരുന്നു. മദ്യപാനം തിന്മയുടെ മാതാവാണ്, അത് നിങ്ങൾ ഉപേക്ഷിക്കുക. ഖുർആൻ്റെ ആ പ്രഖ്യാപനം കടന്നു വന്നപ്പോൾ, അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന സന്ദർഭത്തിൽ അത് പാടില്ല എന്ന് പറയുമ്പോൾ, സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ ലോകത്തെ മുഴുവനും സ്വീകരിക്കാൻ സാധിക്കണമെന്ന് ലോകത്തോട് ഉപദേശിക്കുമ്പോൾ, ആ അറേബ്യയിലും പരിസരങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ പദത്തിൽ തന്നെ റഹ്മാൻ, റഹീം കാരുണ്യമാണ്. ആ കാരുണ്യത്തിൻ്റെ വഴിയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച വഴികൾ നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് വളരെ വിശാലമാണ്, വളരെ വലുതാണ്. അക്രമങ്ങൾ പാടില്ല, അനീതി പാടില്ല, മറ്റൊരാളെയും പരിഹസിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, സ്വന്തം ബുദ്ധി നശിപ്പിച്ച് കളയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, ചീത്തയായ പദപ്രയോഗങ്ങൾ പാടില്ല. ഒരു മനുഷ്യൻ ഒരു ജീവിയെയും അനാവശ്യമായി കൊലപ്പെടുത്താൻ പാടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ കാരുണ്യത്തിലൂടെ നയിച്ച് ഉന്നതമായ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോയ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയങ്ങൾ, 6 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലുണ്ടായാൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചത് ആ 6 കാര്യങ്ങളിലൂടെയാണ്. ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള 6 വഴികൾ ഇമാം അഹ്മദ്, ഇമാം ബൈഹഖി ഇവർ നിവേദനം ചെയ്ത ഹദീസുകളിൽ കാണാം. ഈ റബീഉൽ അവ്വലിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെപ്പറ്റി ഉള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കെന്തെങ്കിലും കിട്ടണം. അത് ഉൾക്കൊണ്ട് ഈ സമയം മുതൽക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ ഉണ്ടായ പാപങ്ങൾ ഇനി ആവർത്തിക്കരുത്. നാളെ മുതൽക്ക് ഒരു പുതിയ ജീവിതമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധം ഉണ്ടാവുകയും വർത്തമാനകാല സമയത്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയും നാളെ മുതൽക്ക് പുതിയൊരു പ്രവർത്തനം ഉണ്ടാകുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വിശാലമായ ആ ദർശനത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതാണ് ഇമാം അഹ്മദും ഇമാം ബൈഹഖിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഖദ് അഫ്ലഹ മൻ അഖ്ലസ ഖൽബഹു ലിൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ഹൃദയം സത്യവിശ്വാസത്തിന് സമർപ്പിച്ചാൽ അവൻ വിജയിച്ചു. മനുഷ്യന് വിജയം കിട്ടാനുള്ള ഏറ്റവും പ്രധാനമായ വഴി സത്യവിശ്വാസം മുറുകെ പിടിക്കലാണ്. സത്യവിശ്വാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ മധ്യവർത്തിയായി വന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി അംഗീകരിച്ച് ആ നേതാവിനെ നിരുപാധികം അനുസരിച്ചുകൊണ്ട് ആ നബിയോടുള്ള മഹബത്ത് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കലാണ്. സാധിക്കുമോ നമുക്കിത്? എന്തുകൊണ്ടില്ല? സ്വന്തം മാതാവിനെ നാം ഇഷ്ടപ്പെടുന്നു, പക്ഷേ ആ മാതാവ് തിന്മയുടെ ആളായി മാറിയാൽ ആ മാതാവിനെ വെറുക്കേണ്ടി വരും. പിതാവിനോട് നമുക്കിഷ്ടമാണ്, പക്ഷേ ആ പിതാവ് കുറ്റം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, തമ്മാടിത്തം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പിതാവിന് ഇഷ്ടപ്പെടാൻ കഴിയില്ല. എല്ലാം നൽകി നമ്മെ വളർത്തുന്ന മാതാവോ പിതാവോ തിന്മയുടെ പ്രതീകങ്ങളായി മാറുകയാണെങ്കിൽ ആ മാതാവിനെയും പിതാവിനെയും നാം വെറുക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ ഒരു മനുഷ്യൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് തിന്മയുടെ ഒരംശം പോലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അൽ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയോടുള്ള മഹബത്താണ് മാതാപിതാക്കളോടുള്ളതിനേക്കാൾ മികച്ച രൂപത്തിൽ പ്രകടമാകേണ്ടത്. ജ്യേഷ്ഠനോട്, ഗുരുവിനോട്, ലോകത്തുള്ള ഏതെല്ലാം വ്യക്തികളുണ്ടോ ആ വ്യക്തികളോടെല്ലാമുള്ള സ്നേഹം അതിന് ചില പരിമിതികളുണ്ട്. കാരണം അവരിൽ തിന്മകൾ പ്രത്യക്ഷപ്പെട്ടാൽ അവരെ വെറുക്കേണ്ടി വരും. എന്നാൽ ഒരു കാരണവശാലും തിന്മയുടെ ഒരംശം പോലും ഉണ്ടായിട്ടില്ലാത്ത നേതാവാണ്, നമ്മുടെ എല്ലാവരുടെയും ഗുരുവര്യരാണ്, സയ്യിദുൽ ബശറാണ്, സയ്യിദുൽ വുജൂദാണ്, ലോകത്തിൻ്റെ തന്നെ സൃഷ്ടിപ്പിന് കാരണഭൂതരായ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിനോടും നബിയോടുമുള്ള മഹബത്ത് ഹൃദയത്തിലൊരാൾ സ്ഥാപിച്ചാൽ അവൻ വിജയിച്ചു. ഈ ഒരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയപ്പോൾ അറേബ്യയിലും പരിസരങ്ങളിലും പിന്നീട് നബിയുടെ ശിഷ്യന്മാരിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആ സന്ദേശം ആളുകൾ ഏറ്റെടുത്തു. ഇന്ന് നമുക്ക് യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഏഷ്യയിലും ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളിലും ധാരാളം അനുയായികളെ കാണാൻ കഴിയുന്നു. മുത്തുനബിക്ക് ഒരുപാട് അനുയായികൾ. ആ അനുയായികളെ മുഴുവനും നന്മയിലേക്ക് എത്തിച്ച ഘടകം അവരുടെ ഈമാനാണ്, ഫെയ്ത്താണ്. ഇൻ ആൾമൈറ്റി അള്ളാഹ്, സർവശക്തനായ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം കൊണ്ട് ഹൃദയത്തെ ആരെങ്കിലും ധന്യമാക്കിയാൽ അവൻ വിജയിച്ചു. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. രണ്ടാമത്തെ കാര്യം, വജഅല ഖൽബഹു സലീമൻ മിനദ് ദുനിയ, ഒരു മനുഷ്യന് രക്ഷപ്പെടാനും വിജയിക്കുവാനുമുള്ള രണ്ടാമത്തെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുൻപിൽ പറഞ്ഞു തരികയാണ്. ഭൗതികമായ അതിപ്രസരങ്ങളിൽ നിന്ന് ആരെങ്കിലും ഹൃദയത്തെ മോചിപ്പിച്ചാൽ അവന് രക്ഷയും വിജയവും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികത അതൊരു പ്രധാന ഘടകമാണ്. പരലോകത്തിൻ്റെ വിജയത്തിന് ഭൗതിക ജീവിതത്തിലെ വിജയം അനിവാര്യമാണ്. പണമുണ്ടെങ്കിൽ മാത്രമേ മാന്യമായി ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ, സദഖ ചെയ്യാൻ കഴിയുകയുള്ളൂ, പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പണം ആവശ്യമാണ്, നല്ല വീട് ആവശ്യമാണ്, നല്ല റോഡ് ആവശ്യമാണ്, നല്ല വസ്ത്രവും നല്ല വാച്ചും നല്ല കാറും ഒക്കെ ആവശ്യമാണ്. പക്ഷെ അത് ആവശ്യമാണ് എന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ അതിന് അടിപ്പെടണം എന്നല്ല. അടിപ്പെട്ടു പോയാൽ പരാജയമാണ്. ഒരിക്കലും തന്നെ ഈ ഭൗതിക ജീവിതത്തിന് അടിപ്പെടാൻ പാടില്ല. ഗൾഫുകാരന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒമാനിലും UAE-യിലും ഖത്തറിലും കുവൈത്തിലും സൗദിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ മലയാളികളുടെ മനസ്സിലുള്ള സ്വപ്നം വളരെ വലുതാണ്. വീടും അതുപോലെ എല്ലാ മുന്തിയ സൗകര്യങ്ങളും ഗൾഫുകാരൻ്റെ ആഗ്രഹമാണ്. ഗൾഫിൽ പോകാത്തവൻ അതിനേക്കാൾ വലിയ ആഗ്രഹവുമായിട്ട് നാട്ടിൽ കൂടുകയാണ്. എല്ലാവർക്കും ദുനിയാവിൻ്റെ ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹിക്കുന്ന ദുനിയാവ് ഒരിക്കലും അത് ഓവറായി പരലോക ചിന്തയെ എടുത്തു കളയുന്ന രൂപത്തിൽ അത് വർദ്ധിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് അസൂയ രൂപപ്പെടുന്നത്.
അവിടെയാണ് വിദ്വേഷമുണ്ടായിത്തീരുന്നത്, അവിടെയാണ് കൊലപാതകങ്ങൾ പോലും സംഭവിക്കുന്നത്. ഹാബീലും ഖാബീലും തമ്മിലുണ്ടായ സംഭവം നോക്കൂ. ഭൗതികതയോടുള്ള ആ പ്രേമം വർദ്ധിച്ചപ്പോഴാണ് ഹാബീലിനെ കൊലപ്പെടുത്തിയത്. ലോകത്ത് തന്നെ നടന്ന ആദ്യത്തെ കൊലപാതകം അതാണ്. ആ കൊലപാതകത്തിൻ്റെ കാരണം ഭൗതികമായ പ്രേമമാണ്. അതില്ലാത്ത ഒരു ഹൃദയത്തെ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ മനുഷ്യൻ വിജയിക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇത് വേറെ ആരോടോ ആണ് എന്ന് കരുതരുത്. നമ്മളോടാണ് ഈ പറയുന്നത്, എന്നോടാണ് പറയുന്നത്, ഞങ്ങളോടാണ്, പുരുഷന്മാരോടാണ്, സ്ത്രീകളോടാണ്, എല്ലാവരോടുമാണ് എന്ന ചിന്തയോടുകൂടി ഹൃദയവുമായി ബന്ധപ്പെട്ട് ഈ 3 കാര്യം റെഡിയാക്കുക. ഒന്ന്, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത്. ദുനിയാവ് കൽബിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കൽബിൽ നിന്ന് ആ ദുനിയാവിൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കുകയും ആഖിറത്തിലെ വിജയത്തിന് എത്ര അളവിൽ ദുനിയാവിനോട് മഹബത്ത് ആവശ്യമുണ്ടോ ആ മഹബത്ത് മാത്രം നിലനിർത്തുകയും ചെയ്യുക. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു അവന് നൽകിയ ഒരു പ്രധാന അവയവമാണ് നാവ്. അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫത്തൈനി, 2 കണ്ണുകൾ, 2 കാതുകൾ, ഒരു നാവ്. ഈ 5 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നാവ്. ആ നാവ് കൊണ്ടാണ് നാം സംസാരിക്കുന്നത്. സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി സംസാരിക്കണം. ആവശ്യമുള്ളത് മാത്രം പറയണം, ആവശ്യമില്ലാത്തത് വർജിക്കണം. നമ്മുടെ നാവ് ലൈസൻസ് ഇല്ലാതെ ആകരുത്. ആ നാവ് കൊണ്ട് പറയുന്നതിനെപ്പറ്റി നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാകുമെന്ന് ഓർമ്മ വേണം. ആദ്യം പറയേണ്ടത് അവസാനം പറയേണ്ടത് ആദ്യം പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ പോലും നമുക്ക് അംഗീകാരം ലഭിക്കുകയില്ല. നാവ് കൊണ്ട് പറയുന്ന വാക്കുകളാണ് പലപ്പോഴും കലാപങ്ങളിലേക്ക് എത്തുന്നത്. പറഞ്ഞു പോയി ഐ ആം സോറി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അതാരെയോ വേദനിപ്പിച്ചു എങ്കിൽ ആ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സിന് ഏറ്റ മുറിവ് വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, ഏറ്റവും സുന്ദരമായൊരു ജീവിതം മനുഷ്യന് നയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖദ് അഫ്ലഹ മൻ ജഅല ലിസാനഹു സാദിഖാ. നാവ് കൊണ്ട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. സത്യമല്ലാത്ത ഒന്നും നമ്മുടെ നാവ് കൊണ്ട് വരരുത്. പറയുന്നതിന് മുൻപ് ചിന്തിക്കണം, ഞാൻ എന്താണ് പറയേണ്ടത്, ഏത് പറയണമെന്ന് ചിന്തിച്ച് അതിൽ വല്ല ഗുണവും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ പറയാവൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൈറുൽ കലാമി അസ്സുംതു, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് മൗനമാണ് എന്ന് പറഞ്ഞാൽ സംസാരവും മൗനവും തമ്മിൽ വൈരുദ്ധ്യമാണ്. അപ്പറഞ്ഞതിൻ്റെ അർത്ഥം മൗനമാകേണ്ട സമയത്ത് മൗനമാകലാണ് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം എങ്ങനെയായിരുന്നു? അവിടുന്ന് കേൾക്കുകയാണ് കൂടുതൽ ചെയ്യുക, സംസാരം കുറവാണ്. ഒരു മനുഷ്യന് 2 ചെവിയും 1 നാവുമാണ്. അതിൻ്റെ അർത്ഥം പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണമെന്നാണ്. ഭാര്യയ്ക്ക് എന്തെല്ലാമോ പറയാനുണ്ട്, അതെല്ലാം നമ്മൾ ചെവി കൊണ്ട് കേൾക്കുക, എന്നാൽ അവൾക്ക് സമാധാനമായി. ഭർത്താവിന് എന്തോ പറയാനുണ്ട്, അത് എന്താണ് എന്ന് കേൾക്കുക, അപ്പോൾ ഭർത്താവിന് സമാധാനമായി. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നാം ആരോട് സംസാരിക്കുന്നുവോ അവനോട് ചോദിക്കുക, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെനിക്ക് കേൾക്കണമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കൂടുതൽ നമുക്ക് കേൾക്കാൻ തോന്നും. പറയാൻ ആളുകൾക്ക് പറയാനുള്ള ആ ത്വര കുറയുകയും ചെയ്യും. ഹദീസിൽ കാണാം, വജഅല നഫ്സഹു മുത്മഇന്നൻ വജഅല ഉദുനഹു മുസ്തമിഅതൻ വജഅല ഐനഹു നാദിറതൻ. മനുഷ്യൻ്റെ കണ്ണ് നല്ലത് കാണുന്ന കണ്ണാവണം, ഖുർആനിലേക്ക് നോക്കുന്ന കണ്ണാവണം. മാതാപിതാക്കളെ സന്തോഷത്തോടുകൂടി നോക്കുന്ന കണ്ണ്, അത് വിജയത്തിന് അനിവാര്യമാണ്. മുസഹഫിലേക്ക്, ഖുർആനിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക്
ശ്രദ്ധിക്കുന്ന കണ്ണാണോ ആ കണ്ണ് ഭാഗ്യമുള്ള കണ്ണാണ്. ആ കണ്ണിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ കാതുകളാകട്ടെ, ആ കാതുകൾ നല്ലത് കേൾക്കണം, ഖുർആൻ കേൾക്കാനുള്ള താല്പര്യം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ശിഷ്യനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് പറഞ്ഞു, അബ്ദുല്ലാ, നീ ഖുർആൻ ഓതുക, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചോദിച്ചു, നബിയെ, അങ്ങേക്കല്ലേ ഖുർആൻ അള്ളാഹ് അവതരിപ്പിച്ചത്, എന്നിട്ട് ഞാനാണ് ഓതേണ്ടത്? അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ഞാൻ ഓതുകയും അങ്ങ് കേൾക്കുകയും അങ്ങ് ഇതെല്ലാം മുമ്പ് കേട്ടതല്ലേ? അവിടുന്ന് പറഞ്ഞു, അതെ, ഖുർആൻ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റൊരാൾ ഓതുമ്പോൾ, മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വ്യക്തി നല്ല കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്നതിൽ പ്രതിഫലം ഉണ്ട്. കേൾക്കാൻ താല്പര്യമുള്ള കാതുകളാകണം. എനിക്കത് കേൾക്കണ്ട, പോകൂ എന്ന് പറയുന്ന സ്വഭാവം ശരിയല്ല. അതേ സമയത്ത് വേണ്ടാത്ത സംസാരങ്ങൾ കേൾക്കാൻ പോകരുത്. ഗീബത്തുകളും നമീമത്തുകളും കള്ളത്തരങ്ങളും വ്യാജ വാർത്തകളുമൊക്കെ പറഞ്ഞ് ഫിത്നയുണ്ടാക്കുന്ന സമയത്ത് ആ സദസ്സിലേക്ക് പോകാതെ മാറി നടക്കുകയാണ് വേണ്ടത്. നല്ല കാര്യങ്ങളാണ് എങ്കിൽ അത് കേൾക്കുകയാണ് വേണ്ടത്. ഈ അർത്ഥത്തിൽ കാതുകൊണ്ട് കേൾക്കാൻ, നല്ലത് കേൾക്കാൻ ഒരാൾക്ക് താല്പര്യമുണ്ടായാൽ അത് വിജയത്തിൻ്റെ അടയാളമാണ്. നല്ല കാര്യങ്ങൾ കാണാനുള്ള ആഗ്രഹമുണ്ടായാൽ അത് നന്മയുടെ അടയാളമാണ്. ഇതെല്ലാം മനുഷ്യൻ ആർജിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായി ആറാമത്തെ ഒരു സ്വഭാവം, വജഅല നഫ്സഹു മുത്മഇന്നൻ, ഓരോ മനുഷ്യനും അവൻ്റെ സ്വന്തം ശരീരത്തെ വളരെ അച്ചടക്കമുള്ളവനാക്കി നിലനിർത്തണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്ന എടുത്തുചാട്ടങ്ങളുടെയും തീവ്രവാദപരമായ നിലപാടുകളുടെയും പ്രധാനമായ കാരണം അച്ചടക്കമില്ലായ്മയാണ്. ക്ഷമയും അച്ചടക്കവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിൽ നമുക്ക് മാന്യതയോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ, ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ, ആളുകളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവിടെയെല്ലാം സമാധാനപരമായ അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു നിലപാട് നാം സ്വീകരിച്ചാൽ നമുക്ക് കൂട്ടുകാരുടെ എണ്ണം വർദ്ധിച്ചു കിട്ടും. ചില ആളുകളുടെ കൂട്ടുകെട്ട് പലരും വെറുക്കുന്നു. കാരണം അവർ എടുത്തുചാട്ടക്കാരാണ്, അവർക്ക് ക്ഷമയില്ല, കാണുമ്പോഴേക്ക് പ്രതികരിക്കുകയും ആ പ്രതികരിക്കുന്നതോടുകൂടി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണമെന്താണ്? ക്ഷമയില്ല എന്നതാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ തന്നെ, നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ തുമഇനീനത്ത് എന്ന ഒരു അടങ്ങി നിൽക്കുക എന്ന ഒരു പ്രത്യേകമായ ഭാഗത്തെ ഇസ്ലാം മതം നമുക്ക് തന്നിരിക്കുകയാണ്. നിസ്കാരത്തിലുള്ള ഓരോ കർമ്മങ്ങളിലും തുമഇനീനത്ത് വേണം. റുക്കൂഇൽ വേണം, സുജൂദിൽ വേണം, ഇടയിലെ ഇരുത്തത്തിൽ വേണം, എഴുത്തിദാലിൽ വേണം. എന്താണ് തുമഇനീനത്ത്? ഒരല്പസമയം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ മനുഷ്യരിൽ രൂപപ്പെടുത്താനാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയിൽ ഈ തുമഇനീനത്ത് വെച്ചിട്ടുള്ളത്. അല്പം അവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. അപ്പോൾ അവിടെ ആ അല്പസമയം വെയിറ്റ് ചെയ്യാൻ കഴിയണം. അല്പസമയം വെയിറ്റ് ചെയ്തിട്ടും ലീഡർ അവിടെ വരുന്നില്ല എങ്കിൽ ആ ലീഡറെയും കാത്തു നിൽക്കാനുള്ള ക്ഷമ വേണം. വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നത് കാണാം, നേതാവ് വരുന്നത് വരെ, നാം പ്രതീക്ഷിക്കുന്ന വ്യക്തി കടന്നു വരുന്നത് വരെ ക്ഷമയോടുകൂടി നിന്നാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 6 ഗുണങ്ങൾ ഓരോ മനുഷ്യനിലും ഉണ്ടാവണം. ഏതെല്ലാമാണ്? 1, അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിന് പ്രഥമമായ സ്ഥാനം. 2, മുത്ത് നബിയോടുള്ള മഹബത്ത്. 3, അവൻ്റെ ഹൃദയത്തിൽ ഭൗതിക താല്പര്യങ്ങൾക്ക് ഇടം നൽകാതിരിക്കുക. മറ്റൊന്ന്, നാവ് കൊണ്ട് സത്യം മാത്രം പറയുക. വേറെ ഒന്ന്, കാതുകൊണ്ട് നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 5-മത്തത്, മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നല്ലതിലേക്ക് നോക്കുക. നിസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുന്നു, മക്കയിൽ പോയാൽ കഅബയിലേക്ക് നോക്കുന്നു, മാതാപിതാക്കളുടെ അടുത്ത് പോയാൽ അവരിലേക്ക് നോക്കുന്നു.
കാണൽ അനുവദനീയമായ വ്യക്തികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ മഹബത്ത് കൂടും എന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നു. മുസ്ഹഫിലേക്ക് നോക്കുന്നു, നല്ല മഹാന്മാരിലേക്ക് നോക്കുന്നു. അങ്ങനെ കണ്ണിന് നന്മയുടേതായ ജോലി കൊടുത്താൽ, കാതുകൾക്ക് നല്ലത് കേൾക്കാൻ സന്ദർഭം നൽകിയാൽ, സ്വന്തം ശരീരത്തിന് നല്ല കാര്യങ്ങളിൽ അച്ചടക്കത്തോടുകൂടി ഒതുങ്ങി നിൽക്കാനുള്ള പരിശീലനം നൽകിയാൽ അതാണ് മനുഷ്യൻ്റെ വിജയം. വിജയത്തിൻ്റെ ഈ മാർഗങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറയാൻ കാരണം, ഓരോ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ ആ വിഷയത്തിൻ്റെ നന്മ എന്താണ് എന്ന് ഉപദേശിക്കുകയും ആ റൂട്ടിൽ നിൽക്കുമ്പോൾ രക്ഷപ്പെടും എന്ന് അനുഭവം കൊണ്ട് തെളിയിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ പ്രയോഗതലത്തിൽ കൊണ്ടുവന്ന ഒരു വലിയ മതത്തെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നത് ഈ ചിട്ടകൾ നാം പാലിക്കുമ്പോഴാണ്. ഇത് പാലിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും തന്നെ വിജയിക്കാനോ രക്ഷപ്പെടാനോ കഴിയുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അലിഫിൻ്റെ കീഴിൽ പേരാവൂരിൽ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും അറിയിക്കുന്നതോടൊപ്പം ധാരാളം ആളുകൾ, പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ, കുട്ടികൾ, വലിയവർ എല്ലാവരും ഈ പരിപാടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരാവൂരിലെ അലിഫിൻ്റെ പരിപാടികളോട് ഗൾഫ് നാടുകളിലുള്ള എല്ലാ പ്രവർത്തകന്മാരും വളരെ സഹകരിച്ചുകൊണ്ടാണ് കഴിയുന്നത്. അവരുടെ എല്ലാവരുടെയും സംഭാവനകളും സഹായങ്ങളും ലഭിക്കുന്നത് കൊണ്ടാണ് അലിഫ് സ്ഥാപനങ്ങൾ ഭംഗിയായി നടന്നു പോകുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് അവിടെ വന്നിരുന്നു. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ഈ പരിപാടികൾ നടക്കുന്നത്. തുടർന്നും ബന്ധപ്പെടാൻ, സംസാരിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിജയം നൽകട്ടെ. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നേരത്തെ ഉണർത്തിയതുപോലെ നമുക്ക് വിജയിക്കാനും രക്ഷപ്പെടാനും ഏറ്റവും വലിയൊരു നേതാവ് നമ്മുടെ മുമ്പിലുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ നേതാവ് അവിടെ ഉള്ളപ്പോൾ ആ നേതാവുമായി ബന്ധപ്പെട്ട് നാം അതിൻ്റെ ആ ഉപദേശം കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഫാർമസിയിൽ മരുന്നുള്ളത് കൊണ്ട് രോഗം മാറുകയില്ല. ആ മരുന്ന് നിർദ്ദേശിക്കുന്ന ആൾ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ കഴിക്കുകയും ആ സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുകയും ചെയ്താലേ നമ്മുടെ രോഗം മാറുകയുള്ളൂ. സമൂഹത്തിൽ ഇന്ന് ധാരാളം ആളുകൾ രോഗികളാണ്. സ്വാർത്ഥതയുടെ രോഗമുള്ളവരുണ്ട്, അസൂയയുടെ രോഗമുള്ളവരുണ്ട്, അഹങ്കാരത്തിൻ്റെ രോഗമുള്ളവരുണ്ട്, കളവ് പറയുക ഒരു രോഗമായി മാറിയവരുണ്ട്, ഭാര്യയെ മർദ്ദിക്കുന്നത് ഒരു രോഗമായി മാറിയവരുണ്ട്. ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്ക് അടിപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് അവന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഷെൽഫിൽ ഉള്ളത്, അതാണ് ഫാർമസിയിലുള്ളത്. പക്ഷേ അതിൻ്റേതായ രൂപത്തിൽ നാം പഥ്യം പാലിച്ചുകൊണ്ട് കഴിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ രോഗം എങ്ങനെ മാറാനാണ്? അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിൽ നാം പ്രത്യേകമായി ഓർമ്മിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയുടെ ദർശനങ്ങൾ അത് അൾമാറയിൽ വെച്ച് കൂട്ടാനുള്ളതല്ല, അത് സീഡികളിൽ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാനുള്ളതല്ല. നമ്മളത് ഉൾക്കൊള്ളണം, പ്രയോഗത്തിൽ കൊണ്ടുവരണം. അതിൻ്റെ സ്റ്റാർട്ടിങ് നിസ്കാരത്തിലൂടെ ആകണം. അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരുമ്പോൾ തിരുനബിയോടുള്ള മഹബത്തുണ്ടാകണം. കറണ്ടിൻ്റെ ബില്ലടക്കുന്നത് പോലെ ആവരുത് നമ്മുടെ സ്വഭാവം. കറണ്ടിൻ്റെ ബില്ലടക്കുന്ന ആരെങ്കിലും സ്നേഹത്തോടു കൂടി അത് അടക്കാറുണ്ടോ? ആ ബില്ല് വരുമ്പോഴും അടക്കുമ്പോഴും പറയാറുള്ളത് നാശം പിടിച്ച ബില്ല് എന്നാണ് പറയുക. അതുപോലെ ആകരുത് പ്രവാചകരോടുള്ള മഹബത്ത്. ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് വളരെ സ്നേഹത്തോടു കൂടി ഉൾക്കൊള്ളണം, സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളണം. അപ്പോഴേ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതല്ലേ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവന് ഈമാനിൻ്റെ മാധുര്യം നുണയാൻ കഴിയും എന്ന ഹദീസിൽ ആദ്യമായി എണ്ണിയത് ഏതാണ്? അള്ളാഹുവിനോടുള്ള മഹബത്ത്, അവൻ്റെ തിരുനബിയോടുള്ള മഹബത്താണ്. ആ മഹബത്താണ് മൗലിദിൽ കാണുന്നത്.
ആ മഹബത്താണ് സ്വലാത്തിൽ പ്രകടമാകുന്നത്. ആ മഹബത്താണ് ഓരോ മാസവും നടക്കുന്ന ദിക്ർ ഹൽക്കയിലും സ്വലാത്തിലും ദുആയിലും അഹ്ലു ബൈത്തുമായുള്ള നമ്മുടെ ബന്ധം, ഉലമാവുമായി നമ്മുടെ ബന്ധം, മദ്രസയുമായുള്ള ബന്ധം, ദർസുമായുള്ള ബന്ധം, അതൊക്കെ ഇവിടെ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം, അത് മുത്തുനബിയോടുള്ള മഹബത്താണ്. അതില്ല എങ്കിൽ പിന്നെ ഇസ്ലാം എവിടെ? വരണ്ടുണങ്ങിയ മരുഭൂമി പോലെയാണോ ഇസ്ലാം? അല്ല, മറിച്ച് എപ്പോഴും സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്ന, കായ്കനികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം പോലെയാണ് ഇസ്ലാമിക ദർശനങ്ങൾ. എപ്പോഴും അതിൽ നിന്ന് ആ തോട്ടത്തിൽ നിന്ന് കായ്കൾ പറിച്ചെടുക്കാൻ കഴിയും. മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ബിസ്സമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നല്ല കലിമത്തിൻ്റെ ഉദാഹരണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഇഫക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? അതൊരു മരം പോലെയാകണം. ആ മരത്തിൻ്റെ കൊമ്പുകൾ ആകാശത്ത്, അതിൻ്റെ വേര് ഭൂമിയിൽ ഉറച്ചു കിടക്കുന്നു. ഭൂമിയിൽ എത്രയോ ആഴത്തിൽ അതിൻ്റെ വേരുകളുണ്ട്. കൊമ്പുകളാകട്ടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. ഈ മരത്തിലാണ് കായ് ഉണ്ടാവുക. ആ കായ് ഉണ്ടാകുന്ന, ധാരാളം ഫലങ്ങൾ തരുന്ന ഒരു മരം പോലെ, വൃക്ഷം പോലെ, മാങ്ങ തരുന്ന മാവ് പോലെ, ചക്ക തരുന്ന പിലാവ് പോലെ, കായ്കനികൾ ധാരാളമുള്ള ചെടികൾ പോലെയാണ് ഒരു മനുഷ്യൻ വിശ്വാസിയായാൽ ഉണ്ടാകുന്ന ഗുണം. അവൻ്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടായാൽ അവൻ്റെ അവയവങ്ങളിൽ നിന്ന് വരുന്നത് നന്മയായിരിക്കും. അവൻ്റെ നാവ് കൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. അവൻ്റെ കാത് കൊണ്ട് കേൾക്കുന്നത് നല്ലത് മാത്രമായിരിക്കും. അവൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് നന്മയിലേക്ക് മാത്രമായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രകടമായി ലഭിക്കുന്നത് എല്ലാവർക്കും ആനന്ദമായിരിക്കും. അവൻ്റെ മാതാപിതാക്കൾക്ക് അവനെക്കൊണ്ട് സന്തോഷമാണ്. അവൻ്റെ ജ്യേഷ്ഠനും അനുജനും അവനെക്കൊണ്ട് ആനന്ദമാണ്. അവൻ്റെ അയൽവാസികൾക്ക് അവൻ ഏറ്റവും ഇഷ്ടഭാജനമാണ്. അവനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സന്തോഷമാണ്. അവൻ്റെ പെരുമാറ്റവും സ്വഭാവവും വളരെയധികം ഹൃദ്യമായി അവർക്ക് അനുഭവപ്പെടുന്നു. ഇതെല്ലാം ഉണ്ടാകാൻ മാത്രം യോഗ്യതയുള്ള ഒരു വലിയ മരുന്ന്, മെഡിസിനാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനെ ഉൾക്കൊണ്ട ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ പുരുഷന്മാർ പുരുഷന്മാരുടെ ലോകത്ത്, സ്ത്രീകൾ സ്ത്രീകളുടെ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ഇസ്ലാമിന് അഭിമാനമാണ്. ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാണ്. ലോകത്തുള്ള എല്ലാവർക്കും അഭിമാനമാണ്. ഇതര മതത്തിലുള്ളവർക്ക് നമ്മോട് വെറുപ്പില്ല, ശത്രുതയില്ല. അവർ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു. നാം നല്ല വസ്ത്രം ധരിക്കുന്നത് പോലും നമുക്ക് വേണ്ടിയല്ല, ഇസ്ലാമിന് വേണ്ടിയാകണം. ഞാനൊരു മുസ്ലിം മെമ്പർ ആയതുകൊണ്ട് എൻ്റെ വസ്ത്രം നന്നായാൽ ഇസ്ലാമിനോട് മതിപ്പ് വർദ്ധിക്കും. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ പല്ല് തേക്കുന്നു. പല്ല് തേക്കുന്നതിലൂടെ ഇസ്ലാമിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ്. നമ്മളെ മുഴുവൻ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇസ്ലാമിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ്. ഇസ്ലാമിനോട് ആളുകൾ ഖൽബിൽ മഹബത്ത് വർദ്ധിക്കുകയാണ്. നല്ലൊരു വീട്, ആ വീട്ടിൽ വിരുന്നുകാരെ സൽക്കരിക്കുന്നു, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നു. അവിടെ നമുക്കും അന്തസ്സായി, ഇസ്ലാമിനും അന്തസ്സായി. ഇസ്ലാമിന് സൽപ്പേരുണ്ടാകുന്ന പ്രവർത്തനം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇസ്ലാമിന് ദുഷ്പേരിലൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ അഭിമാനത്തെക്കാൾ വലുത് ഇസ്ലാമിൻ്റെ അഭിമാനമാണ്. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറച്ചിൽ ഉണ്ടായാൽ പോലും ഇസ്ലാമിന് അഭിമാനം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുക. ഇസ്ലാമിന് ദുഷ്പേരുണ്ടാകുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യരുത്. നമ്മളെ പേര് മുസ്ലിം പേരായതുകൊണ്ട് തന്നെ ആ പേരിനോടുള്ള ആ ഒരു ആഭിമുഖ്യം നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടമാക്കണം. നമ്മുടെ മദ്രസ നല്ല വൃത്തിയുള്ള മദ്രസയാകണം. നമ്മുടെ പള്ളി നല്ല അലങ്കരിച്ച ഭംഗിയുള്ള പള്ളിയാകണം. കാരണം ആ പള്ളിയും മദ്രസയും നോക്കി ആളുകൾ പറയും, മുസ്ലിമീങ്ങളുടെ വൃത്തിയെ അഭിനന്ദിക്കും, മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസ കൾച്ചറിനെ അവർ വളരെയധികം പുകഴ്ത്തി പറയും. അപ്പോൾ നാം അറിയാതെ തന്നെ നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ പരലോകത്ത് ലഭിക്കുന്ന കർമ്മങ്ങളായി ഇതൊക്കെ രൂപപ്പെടും. സുബ്ഹാനല്ലാഹ്. അതാണ് പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ ശിഷ്യന്മാരായ സ്വഹാബിമാരും ലോകത്ത് കാണിച്ച മാതൃക. അവർ ലോകം മുഴുക്കെ ചുറ്റി സഞ്ചരിച്ചു. അതുകൊണ്ട് ഇസ്ലാമിന് ഗുണം കിട്ടി. അവരെ ശരീരത്തിന് ക്ഷീണമുണ്ട്, പക്ഷേ ആ ക്ഷീണം വകവെക്കാതെ രാവും പകലും കഠിനാധ്വാനം ചെയ്തു. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രചരിപ്പിക്കാൻ സ്വഹാബത്ത് കടന്നുപോയി. എന്താണ് കാരണം? ഇസ്ലാമിനോടുള്ള സ്നേഹമാണ്, മുത്തുനബിയോടുള്ള മഹബത്താണ്. ആ മഹബത്ത് മനസ്സിൽ കരുതി
നാം ഏത് നന്മ ചെയ്യുന്നുവോ അതിനൊക്കെ ഒരുപാട് പ്രതിഫലം അല്ലാഹു നൽകും. റഹ്മാനായ രാജസയ്യിദായ പടച്ചവനെ, ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. ഈ റബീഉൽ അവ്വലിൽ ലോകം മുഴുവനും നിന്റെ ഹബീബിനെ പുകഴ്ത്തുമ്പോൾ സാധുക്കളായ ഞങ്ങളും അതിൽ കണ്ണികളാവുകയാണ്. ആ നബിയോടുള്ള മഹബത്ത് ഞങ്ങളെ കൽബിൽ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. മക്കൾക്ക് ആ മുത്തു നബിയുടെ പേരിടുന്നത് ആ മഹബത്ത് വർദ്ധിപ്പിക്കാനാണ്. ഞങ്ങൾ മദ്രസയും പള്ളിയും സ്ഥാപിച്ചത് ആ നേതാവിനോടുള്ള മഹബത്തിന് വേണ്ടിയാണ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ നേതാവ് പറഞ്ഞ റൂട്ടിലൂടെ ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും നീ വഴി നടത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെയും ഞങ്ങളെയും ആ നേതാവിൻ്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തെ ശഫായത്ത് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മേക്കാടില്ലാത്ത ആട്ടിൻ പറ്റം പോലെ നേതൃത്വമില്ലാത്തൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ നീ തള്ളിക്കളയല്ല അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതോ വിവരമില്ലാത്തവർ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ കോവിഡ് പോലെയുള്ള രോഗങ്ങൾ അത് ഞങ്ങളിൽ നീ നിലനിർത്തല്ല. അത് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് ഞങ്ങൾക്കും ഞങ്ങളെല്ലാ നാടുകൾക്കും സമുദായങ്ങൾക്കും രക്ഷ സമാധാനം നീ ചൊരിയണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وآله وصحبه أجمعين والحمد لله رب العالمين. വേറെ അടിയന്തരമായി ഒരു പരിപാടി ഉള്ളതുകൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒമാനിലുള്ള ഹക്ക് സാഹിബ് 1 മണിക്കൂർ പറയണമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് ദീർഘനേരം സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പേരാവൂരിലെ എല്ലാ സഹോദരന്മാർക്കും സഹോദരികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നബിദിന സന്ദേശങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. ഞാനും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.